നമസ്കാരം. പുതിയൊരു മാസം അഥവാ ഓഗസ്റ്റ് മാസം ആരംഭിക്കുകയാണ്. ഈ ഓഗസ്റ്റ് മാസവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരായ അഥവാ രാശിക്കാരായ വ്യക്തികൾക്ക് ഈ മാസം സൗഭാഗ്യങ്ങൾ അല്പം വർദ്ധിക്കുന്നതായ സമയം തന്നെയാകുന്നു. ഇതിന് കാരണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായ ശനി ജൂലൈ 31 ഇന്ന് ശത രാജയോഗം വ്യാഴവുമായി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ വിശേഷപ്പെട്ടതായ രാജയോഗം മൂലം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സമയമാണ്. ആ രാശിക്കാരെ കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. ഓം മഹാലക്ഷ്മിയെ നമ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, രോഹിണി, മകീരം എന്നീ നാളുകാർ. ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ വന്നു ചേരും എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സങ്കീർണമായ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ചും പരിഹാരം കണ്ടെത്തിയും നിങ്ങൾക്ക് പുരോഗതി ലഭിക്കുന്നതായ മാസമായി മാറും. പുരോഗതി വന്നു ചേരാവുന്ന മാസം തന്നെയാണ്. കാര്യസാധ്യത്തിന് പലപ്പോഴും പരാശ്രയത്വം വേണ്ടിവരും എങ്കിലും സഹായങ്ങൾ ലഭിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് എതിർപ്പുകളെ തരണം ചെയ്ത് മുന്നേറുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കിടമത്സരങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിൽ പലപ്പോഴും വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. പലരിൽ നിന്നും, വേണ്ടപ്പെട്ടവരിൽ നിന്നും, സഹപ്രവർത്തകരിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നും ആവശ്യമായ സഹായങ്ങൾ പല അവസരങ്ങളിലും സഹകരണമാണ് എങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ്. ആദായം മോശമാകില്ല എന്ന കാര്യം ഓർക്കുക. പല വഴികളിലൂടെയും ധനാഗമങ്ങൾ സാധ്യമാകുന്ന ഒരു മാസമായി തന്നെ മാറാം. പല കാര്യങ്ങളിലും നേരിട്ടിരുന്നതായ കാര്യവിളംബം ഒരു പരിധിവരെ തരണം ചെയ്യാൻ സാധിക്കും. കാരണങ്ങൾ കണ്ടെത്തി തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാര്യനിർവഹണത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാണ്. അതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാകുന്നു. കൂടാതെ നിങ്ങൾക്ക് ധനലാഭം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ വന്നു ചേരാം. ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുമതി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സ്വയം പരിശോധന നടത്തേണ്ടതായി വരാം. ആത്മപരിശോധനകൾ നടത്തേണ്ടതായി വരാം. ചില നിലപാടുകൾ തെറ്റിപ്പോയോ എന്ന സംശയം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും തയ്യാറെടുപ്പുകൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും അത് നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. ഈ സമയം നിങ്ങൾക്ക് കലാകാരന്മാർക്ക് പ്രത്യേകിച്ചും അവസരങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയവും ധനപരമായും കഴിവുകൾ തെളിയിക്കുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരാം. ആശ്വാസം പല കാര്യങ്ങളിലും ലഭിക്കാവുന്നതായ സമയമാണ്. മനസ്സിന്റെ ചാഞ്ചല്യം ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ബാധിക്കാവുന്നതായ അല്ലെങ്കിൽ പ്രതികൂലമായി ബാധിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തണം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട അനുമതികളാണ് എങ്കിലും ലഭിക്കാം. ബന്ധു സഹായങ്ങൾ പോലും ലഭിക്കാവുന്ന സമയമാണ്. പല തർക്കങ്ങളിലും മധ്യസ്ഥത വഹിക്കുവാനുള്ള സാധ്യതകളുമുണ്ട്. പൊതുവിൽ നിങ്ങൾക്ക് ഈ മാസം ഈ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. എന്നിരുന്നാലും ശ്രദ്ധയോടെ തന്നെ നീങ്ങണം. മകരം രാശി. ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നാളുകാരാണ്. പല കാര്യങ്ങളിലും എതിർപ്പുകൾ ഉണ്ടാകും എങ്കിലും അത് കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലൂടെയും ധനപരമായ നേട്ടങ്ങളോ ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുകയോ ചെയ്യാം. തൊഴിൽ യാത്രകൾ നിങ്ങൾക്ക് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല കാര്യങ്ങളും ഭംഗിയായി തന്നെ ആസൂത്രണം ചെയ്ത് മികച്ച ഏകോപനത്തോടെ തന്നെ മുന്നോട്ട് പോകുവാനും ലക്ഷ്യത്തിൽ എത്തുവാനും സാധിക്കും. തൊഴിൽപരമായി സമാധാനം കൈവരിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. പലരിൽ നിന്നും പിന്തുണ ലഭിക്കാവുന്ന സമയമാണ്.
മേലധികാരികളുമായി ബന്ധപ്പെട്ട് അംഗീകാരങ്ങൾ തേടിയെത്താം. കടബാധ്യതകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. സാമ്പത്തിക സ്രോതസ്സുകൾ അനുകൂലമായി തീരാം. വിവാഹ കാര്യങ്ങളിൽ പോലും തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. കുടുംബ കാര്യങ്ങളിൽ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിലും അതിൽ കൂടുതൽ കരുതൽ കൈക്കൊള്ളുവാൻ സാധിക്കുന്ന സമയമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതായ പല കാര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട താല്പര്യം അല്പം കുറയുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളും ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിക്കുകയും വിദ്യയുമായി ബന്ധപ്പെട്ടും മുന്നേറുവാൻ സാധിക്കും. കർമ്മരംഗം വിപുലീകരിക്കുവാൻ സാധിക്കും. വിപണന തന്ത്രങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രയോജനപ്പെടുത്തുന്ന സമയമാണ്. ജോലിഭാരം അല്പമൊന്ന് വർദ്ധിക്കാം. എന്നിരുന്നാലും ഈ സമയം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കുടുംബ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. പല വിധത്തിലും സഹായങ്ങൾ ലഭിക്കാം. അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലുമുള്ള ഉദാസീനത ഒരു പരിധിവരെ നീങ്ങുന്ന സമയമാണ്. പുതിയ ചുമതലകൾ ലഭിക്കുകയും അത് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും ചെയ്യാം. തൊഴിൽ പുഷ്ടിപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പല കാര്യങ്ങളിലും മാറ്റങ്ങൾ പ്രകടമാകുന്ന ഫലപ്രദമായി വിനിയോഗിക്കുവാൻ സാധിക്കുന്ന സമയമായി മാറാം. പല കാര്യങ്ങളിലും വായ്പാ പ്രയോജനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സമയം തന്നെയാകുന്നു. അവസാന നിമിഷം പല കാര്യങ്ങളും അനുകൂലമായി തീർന്നു എന്ന് വരാം. തടസ്സപ്പെട്ടിരുന്നതായ പല യാത്രകളും തുടരുവാൻ സാധിക്കും. പിണങ്ങിയതായ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ഇണങ്ങുന്നതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. കലാ സാഹിത്യ മേഖലകളിൽ നിങ്ങൾക്ക് ഉയർച്ച, അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. കൂടാതെ ഈ സമയം ധനാഗമം വന്ന് ചേരാവുന്നതായ സമയം തന്നെയാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സമയമാണ്. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സമയമാകുന്നു. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ വന്നു ചേരുകയും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. എന്നാൽ അലച്ചിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരുകയും ചെയ്യും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പം ധനം കണ്ടെത്തുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ലക്ഷ്യം പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ സാധിക്കും. പല പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. എന്നാൽ ചെലവിന്റെ കാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തുന്നത് ഉത്തമം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം പ്രധാനമായും ഭൗതിക സാഹചര്യങ്ങൾ അനുകൂലമായി തീരാം. ധനാഗമനത്തിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാം. ഗൃഹം മോടി പിടിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ബിസിനസ്സിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും തന്ത്രങ്ങൾ പ്രയോഗിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരെ ആകർഷിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സഹപ്രവർത്തകർ, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില അവസരങ്ങളിൽ മുഷിയേണ്ടതായി വരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ജോലി ഭാരം അധികമാകുന്ന സമയമാണ്. വിശ്രമത്തിന് ആവശ്യത്തിന് സമയം പല അവസരങ്ങളിലും ലഭിക്കാത്തതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല പ്രശ്നങ്ങളെയും ബുദ്ധിപരമായി മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സകുടുംബം യാത്രകൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുവാൻ സാധിക്കുകയും ചെയ്യാം. കടബാധ്യതകൾ കുറേശ്ശെയായി പരിഹരിക്കുവാൻ സാധിക്കാം. സൗഹൃദങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. ആത്മവിശ്വാസം പല കാര്യങ്ങളിലും വർദ്ധിക്കുന്ന സമയമാണ്. തീരുമാനങ്ങൾ പല കാര്യങ്ങളിലും എടുക്കുവാൻ സാധ്യത കൂടുതലാണ്. കൃത്യമായി തന്നെ തീരുമാനങ്ങൾ എടുക്കാം. സഹായങ്ങൾ ലഭിക്കാവുന്നതാണ്. ധനക്ലേശങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്യാൻ സാധിക്കുന്ന സമയമാണ്. ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് വന്ന് ചേർന്നിരിക്കുന്നതായ വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുന്നതാണ്. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുവാൻ സഹായകരമായ സമയമാണ്. സുഹൃത്തുക്കളിൽ നിന്നും ചില അവസരങ്ങളിൽ പിന്തുണ
വർദ്ധിക്കുന്നതായ സമയം വന്നു ചേരാം. ചില കാര്യങ്ങളിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നത് തർക്കങ്ങൾക്ക് കാരണമായി തീരാം. കുടുംബകാര്യങ്ങളിലും പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിന്റെ പല ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുവാൻ സാധിക്കുന്ന സമയമാണ്. പൊതുവിൽ ഈ മാസം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സമയമാണ്. എന്നിരുന്നാലും ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായ സമയം തന്നെയാകുന്നു. പൊതുവിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്.